ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ CA ഫൗണ്ടേഷൻ എക്സാമിൻ്റെ MTP മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ലോജിക്കൽ റീസണിങ് പാർട്ടാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 23rd വന്നു. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെക്കുക, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ സൊല്യൂഷൻ കണ്ടു പോവാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഒരു മിനിറ്റ് എടുക്കുകയുള്ളൂ. ഓക്കെ, ഓവറോൾ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. സോ വിൽ ബി ഡിസ്കസിങ് 19 ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക എന്താണ്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീഡിയോ കണ്ടു പോവുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭയങ്കര ഈസി ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട്, ചെയ്യാത്തവർ പോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, 4 നമ്പർ തന്നിട്ടുണ്ട്. ABCD. A 295, B 381, C 552, D 729. ഓക്കെ, ഇതിലെ ഓഡ് കണ്ട് പിടിക്കാനാണ് പറഞ്ഞത്, ഈ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ ഇത് മൂന്നും എയും ബിയും ഡിയും ഓഡ് നമ്പേഴ്സാണ്. എന്നാൽ സി മാത്രം എന്താണ്, സി എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. സോ ഈ 4 നമ്പറിൽ കൂട്ടത്തിൽ പെടാത്ത ഓഡ് വൺ ഔട്ട് ഏതാണ്, സി ആണ് ആൻസർ. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കോഡിങ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ പോർഷനാണ്. ആദ്യത്തെ പേപ്പർ ചാപ്റ്റർ 1 ഉണ്ടല്ലോ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്ങിലെ, അതിലെ കോഡിംഗ് ഡീകോഡിംഗ് എന്നൊരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യാത്തവർ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. എന്താ പറയുന്നത്, ഇൻ എ സർട്ടൻ കോഡ്, ഏതോ ഒരു കോഡിൽ ടീച്ചർ എന്ന വേർഡിനെ അവർ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, VGCEJGT എന്നാണ്. അതാണ് അവർ കോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടീച്ചറിനെ എങ്ങനെ അവർ ആ കോഡാക്കി അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ചിൽഡ്രനെ ആ കോഡിൽ തന്നെ എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ ടീച്ചറിനെ ആ കോഡാക്കി എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, നമുക്കൊന്ന് എഴുതാം. ടീച്ചർ അതിൻ്റെ കോഡ്. ഓക്കെ, ഇവിടെ ടീച്ചർ എന്ന വേർഡിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. ഓൾസോ VGCEJGT ആ കോഡിലും 7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ലെറ്ററും, ഇപ്പം ടി എന്ന് പറയുന്ന ലെറ്ററിനെ ഡയറക്റ്റ് കോഡ് ചെയ്ത് V പോയേക്കാണ്, ഇനെ G ആക്കിയേക്കാണ്, എനെ C ആക്കിയേക്കാണ്. ആ രീതിയിലാണ് പോയേക്കുന്നത്. അപ്പം ടി എങ്ങനെ V ആയി, ടി കഴിഞ്ഞ് നമുക്ക് ABCD ആൽഫബറ്റ്സിൽ നമുക്കറിയാം ABCD അങ്ങനെ പോയിട്ട് STUV എന്നാണ്. അപ്പോൾ ടി കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററാണ് V, അതായത് +2, T+2 ആണ് V. ഓക്കെ, അതുപോലെ EG നോക്കിയേക്കാം, CDEFG എന്ന് അല്ലേ. അപ്പോൾ EG ഒക്കെയാണ്, EGയും അതും എന്താണ്, +2 ആണ്. അതുപോലെ AC ആയിട്ട് എഴുതിയേക്കാണ്, ABC A+2 ആണ്. അപ്പോൾ എല്ലാ ലെറ്ററും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മുന്നോട്ട് ഏത് നോക്കിയാലും +2 ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. +2 ആണ് ഇതിൻ്റെ കോഡിങ്. അപ്പോൾ ഒരു ലെറ്ററിനെ അതിൻ്റെ അടുത്ത ലെറ്ററായി കോഡ് ചെയ്തേക്കുന്നു. സിമിലർലി നമുക്ക് ചിൽഡ്രനെ എന്തെഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ചിൽഡ്രൻ CHILDREN ചിൽഡ്രനെ എടുക്കുക. ടോട്ടൽ 4 8 ലെറ്റർ വേണം. എല്ലാ ഓപ്ഷനെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഓരോ ഓപ്ഷനിലും എത്രയാണ്, 8 ലെറ്റർ തന്നെ ഉണ്ട്. ഒന്നും ആദ്യം ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നിനെ വെച്ച് കോഡ് ചെയ്യാം. അപ്പോൾ C+2 എന്താണ്, E ആണ് അല്ലേ. C+2 E ആണ്. എല്ലാ ഓപ്ഷനും ഇയിലാണ് തുടങ്ങുന്നത്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് H+2 HIJ എന്നല്ലേ, HIJ ആണ്. അപ്പോൾ അടുത്തത് J ആണ്. അപ്പം EG എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റാം. ദെൻ IJK ആണ്. സോ നെക്സ്റ്റ് ലെറ്റർ ഈസ് K. EJK ആണ് എല്ലാം തന്നെ. ദെൻ അടുത്തത് എല്ലാം N ആണ്. EJKN ആണ് എല്ലാം പോയേക്കുന്നത്. അടുത്ത N ആണ്. ദെൻ D കഴിഞ്ഞ് 2 ലെറ്റർ മുന്നോട്ട് പോയാൽ എന്താണ്, F ആണ്. EJKNF ആണ്. അപ്പം ഓപ്ഷൻ എ നമുക്ക് കളയാം. നെക്സ്റ്റ് ലെറ്റർ നോക്കിക്കേ, R ആണ്. R+2 RST ആണ്. NFT വരണം. ഓക്കെ, NFT ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ NFG ആണ്. സോ ഓപ്ഷൻ C അല്ല, ഓപ്ഷൻ D ആണ് ആൻസർ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അല്ലാതെ ഇത് മൊത്തം എല്ലാം ഇരുന്ന് കോഡ് ചെയ്തിട്ട് അവസാനം വരെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ അതിനാണ് തന്നേക്കുന്നത്. അപ്പോൾ മാക്സിമം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യൻ അതും കോഡിങ് ഡീകോഡിങ് എന്ന പോർഷനിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഹെൽത്ത് എന്ന വേർഡ് കോഡ് ചെയ്തേക്കുന്നത് GSKZDG എന്നാണ്. അപ്പോൾ നമുക്കത് എഴുതാം. ഹെൽത്ത് എന്താണ് കോഡ്? GSKZDG ആണ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഇപ്പം ഇവിടെ ഹെൽത്തിന് 6 ലെറ്ററാണ്, കോഡിനും 6 ലെറ്ററാണ്. എങ്ങനെ അത് ആയെന്ന് നോക്കാം. H ഇവിടെ G ആയേക്കാണ്, HG. അപ്പം GHIJ എന്നല്ല, Hന് തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് G. അപ്പം -1 നമുക്കിവിടെ കാണാം, -1 എന്ന് കാണാം. എന്നാൽ ഈ നോക്കിക്കേ, ES ആയേക്കാണ്, ഒത്തിരി മുന്നോട്ട് പോയി. AK പിന്നെ ഒത്തിരി മുന്നോട്ട്. ആ ഒരു ES എന്ന് പറയുമ്പോൾ ഈ 5ാമത്തെ ലെറ്ററാണ്. S എന്ന് പറഞ്ഞാൽ 19th ലെറ്ററാണ്. അപ്പോൾ 5 നിന്ന് എത്രയാണ് 19ലോട്ട് പോയി. അതുപോലെ A എന്ന് പറയുന്ന ആദ്യത്തെ ലെറ്ററാണ്. K എന്ന് പറയുന്നത് 11th ലെറ്ററാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ അവിടെ ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ L പെട്ടെന്ന് ഈസിഡായിട്ട്, L എന്ന് പറയുന്നത് 12th ലെറ്റർ നേരെ 26 ആയി. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തോ ഇവിടെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ T എന്ന് പറയുന്നത് 20th ലെറ്റർ, D എന്ന് പറയുന്നത് 4th ലെറ്ററായി. അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ H മാത്രം G ആയി, -1. രണ്ടിടത്തും H തുടങ്ങി Hൽ അവസാനിച്ചത് -1. എന്തോ ഒരു അടുത്തൊരു നമ്പറാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തപ്പം ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കോഡ് വരുന്നത് എങ്ങനെയാണ്? റിവേഴ്സ് ചെയ്തിടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഹെൽത്ത് എന്ന് പറയുന്ന കോഡ്, ഹെൽത്ത് എന്ന് പറയുന്ന വേർഡ് നോക്കുക. ഡയറക്റ്റ് ഇവർ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഹെൽത്തിനെ ഞാൻ റിവേഴ്സ് ചെയ്തിടാൻ പോകണം. ഹെൽത്ത് എന്ന് പറഞ്ഞ വേർഡിനെ ഞാൻ റിവേഴ്സ് ചെയ്തിടാൻ പോകണം. ഹെൽത്തിനെ റിവേഴ്സ് ഇടാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാണ്. നോക്കി, HTLAEH ഇത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഞാൻ ആ കോഡൊന്ന് എഴുതി നോക്കട്ടെ. GSKZDG. നോക്കിക്കേ, HGI -1, TSI -1, STUV എന്നല്ലേ? അപ്പോൾ ടിയുടെ തൊട്ട് മുമ്പ് S, LKI -1, IJKL എന്നാണല്ലേ? IJKL എന്നാണ് എല്ലിന് തൊട്ട് മുമ്പ് K. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? -1, തൊട്ട് മുമ്പത്തെ ലെറ്ററാണ്. അപ്പം കോഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആ വേർഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? തിരിച്ചിടണം, റിവേഴ്സ് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോഡ് എഴുതുക. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർത്ത് എന്ന വാക്കിൻ്റെ കോഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോർത്തിനെ HTRON എന്ന് എഴുതുക. എന്നിട്ട് -1, H-1 എന്താണ്? G ആണ്. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷനിൽ Gയിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷനിൽ G തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലും നോക്കാനുണ്ടോ? അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ B ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അത് എന്താണ് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, അതും കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ് അഗെയിൻ. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ഹണി ഈസ് കോഡഡ് ആസ് JQPG, ഹണി എന്ന വേർഡ് JQPG എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കുക, എങ്കിൽ ഏത് വേർഡാണ് ഈ VCTIGV ആയിട്ട് കോഡ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഹണി എന്ന വേർഡ് ഇവിടെ നോക്കാം. ഹണി ഈസ് കോഡഡ് ആസ് JQPGA. ഓക്കെ, അപ്പം HIJ+2 അല്ലേ? OPQ +2. സോ ഇവിടെ എല്ലാം എന്താ സംഭവിച്ചേക്കുന്നത്? +2 ആണ്. ഹണി എന്ന വേർഡിലെ ഓരോ ലെറ്ററെ +2 ആയിട്ട് കോഡ് ചെയ്തേക്കുന്നു. എങ്കിൽ ഇവിടെ ഒരു വേർഡുണ്ട്, ഏതോ ഒരു വേർഡുണ്ട്. ഓക്കെ, ആ ഒരു വേർഡിനെയാണ് ഇവർ കോഡ് ചെയ്തേക്കുന്നത് VCTIGVU. ഓക്കെ, ഒരു 7 ലെറ്റർ വേർഡ് നമുക്കിവിടെ വേണം. അതിനെ ഇവർ VCTIJVU എന്ന് കോഡ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹണിയെ JQPG ആക്കി എന്നാൽ ഏത് വേർഡിനെയാണ് VCTIGV
GVU ആക്കിയത്. അപ്പോൾ തിരിച്ച് ഇവിടെ +2 ആണല്ലോ, ഇവിടെ +2 ആണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ചെയ്യണമെങ്കിൽ എന്താണ് -2 ചെയ്താൽ മതി. അപ്പം V -2 നമുക്കറിയാം STUV ആണ്. V -2 എന്ന് പറഞ്ഞാൽ T. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് T. ഓക്കെ, അപ്പം T തുടങ്ങുന്ന ഓപ്ഷൻ ബിയും സിയും ഉള്ളൂ. അപ്പോൾ D അല്ല, എന്താണ് എയും അല്ല. നെക്സ്റ്റ് C -2 എന്ന് പറയുന്നത് A ആണ്. നമുക്ക് ഫസ്റ്റ് രണ്ടെണ്ണം ഓപ്ഷൻ തന്നെ എന്താണ്, 2 ലെറ്ററിനെ കോഡ് ചെയ്തപ്പോൾ ആൻസർ TA ആണ് തുടങ്ങുന്നത്. അപ്പോൾ TA തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ C, ടാർഗറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ അത്രേ ഉള്ളൂ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, 5th ക്വസ്റ്റ്യൻ. അഗെയിൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ്. ഓക്കെ, ഇവിടെ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ ഓഡ് വൺ ഔട്ട് നമ്പേഴ്സിന് പകരം കുറച്ച് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് തന്നേക്കുന്നത്. സോ ഓപ്ഷൻ എ CEHL, ഓപ്ഷൻ ബി KMPT, ഓപ്ഷൻ സി OQTX, ഓപ്ഷൻ ഡി NPSV. ഓക്കെ, ഇങ്ങനെ 4 സ്ട്രിങ്സ് ഓഫ് ലെറ്റേഴ്സ്, വേർഡൊന്നും അല്ല അല്ലേ തന്നേക്കണം. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CEHL ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് നോക്കാം. സി എന്തായി? ഇ ആയി. സി കഴിഞ്ഞിട്ട് CDE. സി കഴിഞ്ഞ രണ്ടാമത്തെ ലെറ്ററാണ് ഇ, +2 ആണ് അല്ലേ. അടുത്തത് EH ആയി. EFGH, +3 ആണ് H. നെക്സ്റ്റ് H കഴിഞ്ഞ് എത്രാമത്തെ അത് നോക്കാം. HIJKL, +4 ആണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഫോം ചെയ്യുന്ന കാണാം. +2, +3, +4. ഓക്കെ, അടുത്ത് നോക്കാം. ബി നോക്കാം. ബി ഇതുമായിട്ട് സിമിലർ ആണോ നമുക്ക് നോക്കണം. KMPT, KMI. ഓക്കെ, KIJKLM, +2 അല്ലേ, +2. MNOP, +3. then PQRST, +4. അപ്പം ഇത് രണ്ടും സിമിലർ ആണ്, ഇത് രണ്ടും ഒരുപോലാണ്. അപ്പോൾ ഇത് രണ്ടും ഓഡ് വൺ ഔട്ട് അല്ല. അപ്പോൾ ഇതിനി ഈ റൂൾ ഇനി ഫോളോ ചെയ്യാത്ത ഒരു സ്ട്രിങ് ഓഫ് ലെറ്റർ ആയിരിക്കും എന്ത് വരുന്നത്, ഓഡ് വൺ ഔട്ട് വരുന്നത്. അടുത്ത നോക്കാം. അടുത്തെന്താണ്? OQTX, OPQ, +2. QRST, +3. T കഴിഞ്ഞിട്ട് UVWX, +4. ഓക്കെ, ഇത് മൂന്നും ഒരുപോലാണെങ്കിൽ ഓഡ് വൺ ഉറപ്പായിട്ടും എന്താണ്, NPSV ആണ്. നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. NPSV ആണ്. NOP, MNOP, +2. PQRS, +3. then STUV, ഇവിടെ +4 എന്ന് പറയും, ഇവിടെ എന്താണ്, +3 ആണ്. ശരിക്കും ഇവിടെ W ആയിരുന്നു വരേണ്ടത്, ഈ വിക്ക് വരാൻ W ആയിരുന്നു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആയനെ. അപ്പം ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ക്ലിയർലി എന്താണ്, NPSV ആണ്. ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡീകോഡിംഗ് നമ്പർ സീരീസിൽ നിന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററായ ഡയറക്ഷൻ സെൻസിൽ നിന്നാണ്. ഓക്കെ, ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? ശ്വേത മൂവ്ഡ് എ ഡിസ്റ്റൻസ് ഓഫ് 75 meters ടുവേർഡ്സ് എ നോർത്ത്. ഓക്കെ, നോർത്ത് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന മുകളിലോട്ടാണ് അല്ലേ, അറിയാമല്ലോ. ഇത് ഈസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ഇതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കൺവെൻഷൻ. സോ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നു ശ്വേത മൂവ്ഡ് എ ഡിസ്റ്റൻസ് ഓഫ് 75 meters ടുവേർഡ്സ് എ നോർത്ത്. അപ്പോൾ നോർത്തിലോട്ട്, ഇതാണ് നോർത്തിലോട്ട് ശ്വേത 75 meters മൂവ് ചെയ്തു. ഓക്കെ, ഷീ ദെൻ ടേൺ ടു ലെഫ്റ്റ് ആൻഡ് വാക്കിംഗ് ഫോർ അബൌട്ട് 25 meters. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത്, നേരെ പോകുന്ന ആൾ ലെഫ്റ്റ് എടുത്തിട്ട് ഒരു 25 meters വോക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തത്, ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്തിട്ടൊരു 25 meters നടന്നു. ടേൺ ലെഫ്റ്റ് അഗെയിൻ ആൻഡ് വോക്ക്ഡ് 80 meters. അപ്പം ഇങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങോട്ട് പോകുന്ന ഒരാൾ പിന്നെ ലെഫ്റ്റ് എടുത്തു. ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ റൈറ്റ് ആണ്, ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ലെഫ്റ്റ് ആണ്. പിന്നെയും ലെഫ്റ്റ് എടുത്തിട്ട് എത്രയാണ്, 80 meters നടന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് 80 meters നടന്നു. ഓക്കെ,
8. Finally, she turned to the right at an angle of 45 ഡിഗ്രി. അപ്പോൾ ഇപ്പോൾ ഈ ശ്വേത ഇങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് പറയുന്നത്. അപ്പം റൈറ്റ് തിരിയാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലേ, റൈറ്റ് തിരിഞ്ഞത് ഇങ്ങോട്ടാണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഈ സൗത്ത് ഡയറക്ഷൻ നടക്കുകയാണ്. സൗത്ത് ഡയറക്ഷൻ നടക്കുമ്പം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ആയിരിക്കും. ഇത് റൈറ്റും ഇത് ലെഫ്റ്റുമാണ് അല്ലേ. അപ്പോൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് എത്രയാണ്, റൈറ്റിലോട്ട് ടേൺ ചെയ്ത് ഒരു 45 ഡിഗ്രിയിൽ തിരിഞ്ഞ് നടന്നത്. റൈറ്റിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിയാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും അല്ലേ. റൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് തിരിയാണെങ്കിൽ വെസ്റ്റിലോട്ടായിരിക്കും തിരിയുന്നത്. പക്ഷേ 45 ഡിഗ്രി, അതായത് ഇത് 90 ഡിഗ്രിയാണ് ഇത്, പക്ഷേ ഇവിടെ 45 ഡിഗ്രിയെ തിരിയുന്നുള്ളൂ. ഈ ഒരു ആംഗിളിലാണ് തിരിയുന്നത്. എങ്കിൽ ഇപ്പം ശ്വേത മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ് ചോദിച്ചിരുന്നത്? ഈ ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷനാണ് ശ്വേത മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് സൗത്താണ്, ഇത് വെസ്റ്റാണ്. അപ്പോൾ ഇതെന്താണ്, സൗത്ത് വെസ്റ്റാണ് ശ്വേത മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. അവിടെ റൈറ്റും ലെഫ്റ്റും തമ്മിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റിപ്പോകരുത്. അത് തെറ്റിപ്പോയാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തെറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th വൺ, അഗെയിൻ ഫ്രം ഡയറക്ഷൻ സെൻസ്. എന്താ പറഞ്ഞേക്കുന്നത്? എ മാൻ ഈസ് ഫേസിങ് ഈസ്റ്റ്. ഒരാൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ ഈസ്റ്റിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചെറിയൊരു ആരോ കൊടുത്ത് അയാൾ ഈസ്റ്റിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. ഓക്കെ, തിരിഞ്ഞിരിക്കുകയാണ്, ഈസ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഫേസിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റിലോട്ടാണ്, അത്ര പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് 10 മീറ്റേഴ്സ്. അതായത് ഈസ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ പെട്ടെന്ന് ലെഫ്റ്റ് എടുത്തു. ഇത് ഈസ്റ്റാണ്, ഈസ്റ്റിൻ്റെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതുമാണ് അല്ലേ. അപ്പോൾ ഈസ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ ലെഫ്റ്റ് എടുത്ത് പറഞ്ഞാൽ ഇപ്പോഴാണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്, നോർത്തിലോട്ടാണ് നോക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇയാൾ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് നോർത്തിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. സോ ഈസ്റ്റിലോട്ട് ഉള്ള ആൾ ഇപ്പോൾ എവിടെയാണ്, നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞപ്പം നോർത്തായി. ദെൻ ഗോസ് ടു 10 മീറ്റേഴ്സ്. അതായത് നോർത്തിലോട്ട് നോക്കിയിട്ട് 10 മീറ്റർ മുന്നോട്ട് പോയി, 10 മീറ്റർ മുന്നോട്ട് പോയി. ദെൻ ടേൺസ് റൈറ്റ്. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് 5 മീറ്റർ പോയി. അവിടുന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് 5 മീറ്റർ പോയി. ടേൺസ് റൈറ്റ് ആൻഡ് ഗോസ് 5 മീറ്റേഴ്സ് ആൻഡ് ദെൻ ഗോസ് 5 മീറ്റേഴ്സ് സൗത്ത്. ഇപ്പം നിൽക്കുന്നിടത്തു നിന്ന് 5 മീറ്റർ സൗത്തിലോട്ട് പോയി. 5 മീറ്റർ സൗത്തിലോട്ട്. ഫ്രം ദെയർ 5 മീറ്റേഴ്സ് ടു വെസ്റ്റ്. അവിടുന്ന് വെസ്റ്റിലോട്ട് എന്താണ് 5 മീറ്റർ പോയി. അപ്പം ഇത് 5 ആയതുകൊണ്ട് ഇതും 5 ആയതുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ലൈനിൽ തന്നെ വന്ന് നിന്നു. ഓക്കെ, അതാണ്. അപ്പോൾ ഇയാൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എവിടെ? ഇതാ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ ഒറിജിനൽ പ്ലേസ്. ഒറിജിനൽ പ്ലേസ് ഇതാ ഇവിടെ ആയിരുന്നു, ഇപ്പം അയാൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഇയാൾ ഇപ്പോൾ ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നത്? ഒറിജിനൽ പ്ലേസിൻ്റെ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത്. മുകളിലെന്ന് പറയുമ്പോൾ എന്താണ്, നോർത്താണ് അല്ലേ. സിമിലർ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു അല്ലേ. സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സസൈസിലുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഈസി ആയിട്ട് ഒരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ 8th ക്വസ്റ്റ്യൻ ഡയറക്ഷൻ സെൻസിൽ നിന്നാണ്, ഡയറക്ഷൻ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് എന്താണ് ഇവിടെ? റഹീം സ്റ്റാർട്ടഡ് ഫ്രം പോയിന്റ് എക്സ് ആൻഡ് വാക്ക്ഡ് 5 കിലോമീറ്റർ സ്ട്രൈറ്റ് ഈസ്റ്റ്. അപ്പം ലെറ്റ് ഇറ്റ് ബി പോയിന്റ് എക്സ്. ഇതാണ് പോയിന്റ് എക്സ് എന്ന് വെക്കുക. റഹീം അവിടുന്ന് 5 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് നടന്നു. 5 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് നമ്മളത് വരച്ച് വെച്ചു. ദെൻ ടേൺഡ് ലെഫ്റ്റ്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് സ്ട്രൈറ്റ് 2 കിലോമീറ്റർ പോയി. അപ്പോൾ ഇയാളിപ്പം ഈസ്റ്റിലോട്ടാണ് നടക്കുന്നത്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്കറിയാം നോർത്തിലോട്ടാണ്. നോർത്തിലോട്ട് റഹീം ഒരു 2 കിലോമീറ്റർ നടന്നു. ആൻഡ് അഗെയിൻ ടേൺഡ് ലെഫ്റ്റ്. പിന്നെയും അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ 7 കിലോമീറ്റർ നടന്നു. അപ്പം നോർത്തിലോട്ട് പോകുന്ന ഒരാൾ ലെഫ്റ്റ് തിരിയുമ്പം വെസ്റ്റിലോട്ടാണ്. വെസ്റ്റിലോട്ട് തിരിഞ്ഞ അയാൾ എത്രയാണ്? ഒരു 7 കിലോമീറ്റർ നടന്നു. ഓക്കെ ഓക്കെ. സോ ഇപ്പം ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം പോയിന്റ് എക്സ് എന്നാണ്. പോയിന്റ് എക്സ് ഇവിടാണ്. ഇപ്പോൾ റഹീം നിൽക്കുന്നത് മഞ്ഞലോട്ട് രണ്ടാമത് ഇട്ടടുത്താണ് അല്ലേ. അപ്പം സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്ന് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷൻ അല്ലേ. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം നോർത്താണ്, ഇത് നമുക്കറിയാം വെസ്റ്റാണ്. സോ ദിസ് ഈസ് നോർത്ത് വെസ്റ്റ്. ഓപ്ഷൻ ഡി ആണ്. ദിസ് ഈസ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്തവണത്തെ MTP ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 15-16 മാർക്ക് ഈസി ആയിട്ട് വാങ്ങി. 1-2 ക്വസ്റ്റ്യൻ ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളതുണ്ട്. ഓക്കെ, അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. ബാക്കിയെല്ലാം തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9ഉം ഡയറക്ഷൻസ് ആണ്. ഒബ്വിയസ്ലി എല്ലാ ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വെച്ചല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് സംഗീത ലീവ്സ് ഫ്രം ഹെർ ഹോം. സംഗീത വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോവുകയാണ്.
ഷീ ഫസ്റ്റ് വോക്ക് 30 മീറ്റേഴ്സ് ഇൻ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പം ആദ്യം തന്നെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, ഇതാണ് ഹോം എന്ന് നോക്കുക, ഇതാണ് സംഗീതയുടെ ഹോം. അവിടുന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതാണ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലൂടെ എത്ര പോയി? 30 മീറ്റർ പോയി. 30 മീറ്റർ പോയി അല്ലേ? യാ. ആൻഡ് ദെൻ 30 മീറ്റേഴ്സ് ഇൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അവിടുന്ന് അഗെയിൻ 30 മീറ്റർ എങ്ങോട്ടാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതാണ് അല്ലേ? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ 30 മീറ്റർ പോയി. നിങ്ങൾക്ക് ഡയറക്ഷൻസിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണം. ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ എല്ലാവരും ഒബ്വിയസ്ലി ഫൗണ്ടേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതറിയായിരിക്കും ബേസിക്സ്. ബിക്കോസ് ദിസ് ഈസ് നോർത്ത് വെസ്റ്റ്, ദിസ് ഈസ് സൗത്ത് വെസ്റ്റ്. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ 30 മീറ്റർ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് ഷീ വോക്സ് 30 മീറ്റേഴ്സ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. ലെങ്ത് വേണമെങ്കിൽ ഇത്തിരി കുറച്ചേക്കാം. 30 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ, ഫൈനലി ഷീ ടേൺസ് ടുവേർഡ്സ് ഹെർ ഹൗസ്. ഇവിടാണ് ഹൗസ്, ഈ പോയിൻ്റാണ് ഹൗസ്. സോ ഫൈനലി എന്താണ്, വീട്ടിലോട്ട് ഈ പോയിന്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ചെയ്യുന്ന വീട്ടിൻ്റെ ഡയറക്ഷനിലേക്ക് പോവുകയാണ് പറഞ്ഞേക്കുന്നത്. സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ മൂവിങ്? ഏത് ഡയറക്ഷനിലാണ് സംഗീത മൂവ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തേക്കുന്നത്. ഈ ഡയറക്ഷൻ ഏതാ? യു നോ ദിസ് ഈസ് ഈസ്റ്റ് ആൻഡ് ദിസ് ഈസ് നോർത്ത്. സോ ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ് ആണ് ആൻസർ. അനദർ ഈസി ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ഈ നോർത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും നോർത്ത് ഈസ്റ്റും എന്താണ് തെറ്റിക്കാതിരുന്ന വളരെ ഈസി ആയിട്ട് കിട്ടും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഡയറക്ഷൻ സെൻസിൽ തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ഇതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു 5-6 പ്രോബ്ലം അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഇത്തിരി കൺഫ്യൂഷൻ വരുന്നതാണ്. ബട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഫ്രം ദ ചാപ്റ്റർ ഡയറക്ഷൻ സെൻസ് അല്ലേ. അപ്പം എ പേഴ്സൺ ഈസ് ഫേസിങ് ടുവേർഡ്സ് നോർത്ത്. ഒരാൾ നോർത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഹി മൂവ്സ് 70 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഹി മൂവ്സ് 300 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ തിരിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ കോർഡിനേറ്റ്സ് എല്ലാം ഒന്ന് വരച്ച് നോക്കാം. സോ ഇതാണ് എന്താണ് അയാളുടെ നമ്മുടെ 4 ഡയറക്ഷൻ എന്ന് വെച്ചു. അപ്പോൾ നോർത്തിലോട്ടാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. നോർത്തിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അയാൾ തിരിയുന്ന നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അദ്ദേഹം തിരിയുന്നത്. അപ്പോൾ ആദ്യം 70 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അയാൾ 300 ഡിഗ്രിയും കൂടെ തിരിഞ്ഞു അല്ലേ. സോ ടോട്ടൽ 370 ഡിഗ്രി അയാൾ തിരിഞ്ഞു അല്ലേ. ആ പേഴ്സൺ 370 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. നമുക്കറിയാം 360 ഡിഗ്രി തിരിയുക എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഡയറക്ഷനിലോട്ട് നിൽക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾ 360 ഡിഗ്രി തിരിച്ചാൽ തിരിച്ചവിടെ തന്നെ വരും അല്ലേ. അപ്പോൾ ഇയാൾ ആദ്യം നോർത്ത് ഡയറക്ഷനിൽ നിന്നതെന്ന് വെക്കുക, അയാളൊരു 360 ഡിഗ്രി തിരിഞ്ഞാൽ തിരിച്ച് പിന്നെ അയാൾ എവിടെ വന്ന് നിൽക്കുന്നത്? നോർത്ത് ഡയറക്ഷനിൽ തന്നെ നിൽക്കുന്നത്. സോ 370ൻ്റെ 360 ഡിഗ്രി തിരിഞ്ഞു, ബാക്കി നിങ്ങൾക്ക് 10 ഡിഗ്രി ആളെ, പിന്നെ ബാക്കി ഒരു 10 ഡിഗ്രി ആളെ പിന്നെ അങ്ങോട്ട് തന്നെ തിരിയേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് തിരിയേണ്ടത്. ഇതൊരു 10 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പം നൗ ഈ പേഴ്സൺ എവിടെയാണ്? നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇൻ ബിറ്റ്വീനാണ്. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് വിളിക്കാം? നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. കറക്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. കറക്റ്റ് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ 45 ഡിഗ്രി വരണം. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുക, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനത്തെയൊക്കെ ഓപ്ഷനാണ്. സോ ഇതിൽ ബെറ്റർ ആൻസർ നോർത്തിനോട് അടുത്താണ്, എന്നാൽ ഈസ്റ്റിലോട്ടും കൂടാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി നോർത്ത് ഈസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെ തന്നെ ചെയ്യുക, ഇത്രയും എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമ്മുടെ എന്താണ് 2 ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നമ്മുടെ ഡയറക്ഷൻ മാറി കഴിഞ്ഞിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ്. ലെറ്റ് സീ ടു ഇറ്റ്. ഇതൊരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് ആണ്. ഇതിൻ്റെ സെയിം ടൈപ്പ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക. ഓക്കെ, സോ എന്താ പറഞ്ഞേക്കുന്നത്? 8 ലീഡേഴ്സ് PQRSTUV W 8 പേര് ആർ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഫേസിങ് ടുവേർഡ്സ് നോർത്ത്. 8 പേര് ഇങ്ങനെ ഇരിക്കുകയാണ് നോർത്തിലോട്ട് നോക്കി. അപ്പോൾ കുറച്ച് ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. T ഈസ് 4th to left of P. നമുക്കത് വേണേൽ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് T ഈസ് 4th to left of P. P ഇവിടെ ആണെങ്കിൽ, P ഇവിടെ ആണെങ്കിൽ T അതിൻ്റെ 4th ലെഫ്റ്റിലാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് T ഈസ് 4th to left of P നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് S ഈസ് 4th to right of W.
ഡബ്ല്യുവിൻ്റെ ഫോർത്ത് റൈറ്റ് ആണ് എസ് എന്ന്. അപ്പോൾ ഇതിവിടെ ഡബ്ല്യു ആണെങ്കിൽ എസ് എവിടെയാണ്? ഇതാ ഇവിടെ വരും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 10 പൊസിഷൻസ് ഉണ്ടല്ലേ. ഇവരുടെ ഒരു 5 പൊസിഷനും ഇവരുടെ ഒരു 5 പൊസിഷനും കൂടെ 10 പൊസിഷൻ ഉണ്ട്. ശരിക്കും എത്ര പേരാണ്? 8 പേരാണ് വരേണ്ടത്. അപ്പം ഇവിടെ എന്തൊരു മിക്സിങ് നടക്കണം. നോക്കാം, അടുത്ത് നോക്കാം. തേർഡ് പോയിന്റ് നോക്കുമ്പോൾ യു ആൻഡ് ആർ ആർ നോട്ട് സിറ്റിംഗ് അറ്റ് ദ എൻസ്. എൻസിൽ യു ആറും അല്ല, ബട്ട് ദേ ആർ നൈബേഴ്സ് ഓഫ് ടി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ഇപ്പം ഇതിനകത്ത് യുവും ആറും ഇല്ല, ക്യൂവിനകത്തില്ല, ടി മാത്രമേ ഉള്ളൂ. അപ്പം ഈ പോയിന്റ് നമുക്ക് അവിടെ ലീവ് ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് അവിടെ ലീവ് ചെയ്തിട്ട് അടുത്ത പോയിന്റ് നോക്കാം. തിരിച്ചു വന്ന് തേർഡ് പോയിന്റ് കണക്ട് ചെയ്യാം. ദെൻ പി ഈസ് നെക്സ്റ്റ് ടു റൈറ്റ് ഓഫ് ഡബ്ല്യു. പി ഈസ് നെക്സ്റ്റ് റൈറ്റ് ഓഫ് ഡബ്ല്യു. അതായത് ഡബ്ല്യുവിൻ്റെ റൈറ്റിലാണ് പി എന്ന് പറഞ്ഞേക്കുന്നത്. സോ പിയുടെ ഇവിടെയാണ് ഡബ്ല്യു വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ടി 2 പേരുണ്ട്, ഡബ്ല്യു പി ഡബ്ല്യു, അതായത് ഇവിടെയാണ് പി. ബാക്കി ഇങ്ങോട്ട് നമുക്ക് എഴുതാം എസ് അല്ലേ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ എത്ര പൊസിഷനായി? 8 പേരായില്ലേ. 1 2 3 4 5 6 7 8. ക്വസ്റ്റ്യൻ എന്താ? ഹു ആർ സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം എൻസ്. എക്സ്ട്രീം എൻസിൽ ആരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആരാ? ടിയും എസ്സും ആണ് എക്സ്ട്രീം എൻസിൽ. ആൻസർ ആയാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പി ഈസ് നെക്സ്റ്റ് ടു റൈറ്റ് ഓഫ് ഡബ്ല്യു ബട്ട് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യൂ, പി ഡബ്ല്യുവിൻ്റെ റൈറ്റിലും ക്യൂവിൻ്റെ ലെഫ്റ്റിലും. അപ്പോൾ ക്യൂ ഇതാ ഇവിടെ വന്നു, ക്യൂ ഇവിടെ വന്നു. ഇനി തേർഡ് പോയിന്റ് കൺസിഡർ ചെയ്യും. യു ആൻഡ് ആർ വിച്ച് ആർ നോട്ട് അറ്റ് ദ എൻസ്. ഒബ്വിയസ്ലി അവർ എൻസിലല്ല, ബട്ട് ദേ ആർ നൈബേഴ്സ് ഓഫ് ടി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ടി ആൻഡ് ക്യൂ റെസ്പെക്ട്. ടിയുടെ നൈബർ യു, ആറിൻ്റെ നൈബർ ക്യൂ ആണ്. അപ്പോൾ ടിയുടെ അടുത്ത് യു വരണം, ദെൻ ആറിൻ്റെ അടുത്ത് ക്യൂ വരണം. അപ്പോൾ ക്യൂവേ ഉള്ളൂ, ക്യൂവിൻ്റെ അടുത്ത് ആര് വരണം? ആറ് വരണം. ഇനി ഇതിനകത്ത് വരാനുള്ള ഒരാൾ പി ഉണ്ട്, ക്യൂ ആർ എസ് ടി യു വി ആണ് വരാനുള്ള, വി ഇവിടെ വരും. സോ ദിസ് ഈസ് ദ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. പക്ഷെ നമുക്ക് എന്ത് മതിയായിരുന്നു? എൻഡ് പോയിന്റ്സിൽ ആരൊക്കെയാണെന്ന് മതിയായിരുന്നു? എക്സ്ട്രീം എൻസ്, അത് ടിയും എസും ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇത് അടുത്ത 2 ക്വസ്റ്റ്യൻ ആണ്, 12ഉം 13ഉം ആണ്. ഓക്കെ, രണ്ടിനും കൂടെ കുറച്ച് കോമൺ പോയിന്റ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് 12ഉം 13ഉം നിങ്ങളോട് ചോദിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ 2 റോ സീക്വൻസിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞുതരാം. സോ 6 ഫ്ലാറ്റ്സ് ഓൺ എ ഫ്ലോർ. 6 ഫ്ലാറ്റ് ഒരു ഫ്ലോറിലുണ്ട്. ഇൻ 2 റോസ് ഫേസിങ് നോർത്ത് ആൻഡ് സൗത്ത്. അതായത് 3 ഫ്ലാറ്റുകൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, 3 ഫ്ലാറ്റുകൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇതാണ് കാര്യം അല്ലേ. 2 റോസ് ഓൺ എ ഫ്ലോർ, 2 റോസ് ഫേസിങ് നോർത്ത് ആൻഡ് സൗത്ത് ആർ അലോട്ടഡ് ടു പി ക്യു ആർ എസ് ടി യു. പി ഏതൊക്കെയാണ്? പി ക്യു ആർ എസ് ടി യു. ഇവിടെ 6 ഫ്ലാറ്റ് ഒരു ഫ്ലോറിൽ 2 റോസിലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് എങ്ങനെയാണ്? 6 പേരാണെങ്കിൽ 3ഉം 3ഉം ആയിരിക്കും, 8 പേരാണെങ്കിൽ 4ഉം 4ഉം ആയിരിക്കും. അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. നമ്മൾ ടെക്സ്റ്റിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർ പറയും ഒരു സൈഡിൽ 4 ഒരു സൈഡിൽ 2. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞേക്കാണ് ക്യൂ ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. അപ്പോൾ നോർത്ത് ഫേസിങ് ഏതാ? ഇതല്ലേ, നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നത് ഇതാണ് അല്ലേ, ഇത് സൗത്തിലോട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ക്യൂ, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കിയേക്കാവേ. ദ ഫ്ലാറ്റ്സ് ഓഫ് വിച്ച് ഓഫ് ദ പെയർസ് അതർ ദാൻ എസ് യു ആർ ഡയഗണലി ഓപ്പോസിറ്റ്. ഡയഗണലി ഓപ്പോസിറ്റ് ആരാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വേണം. ഓക്കെ, ലെറ്റ്സ് സീ. ഒന്ന്, അപ്പോൾ ക്യൂ ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. അപ്പോൾ ക്യൂ ഇവിടെ വരും. ഓർഡർ നമുക്ക് അറിയത്തില്ല, എവിടെയാണ് ക്യൂ വരുന്നത് നമുക്ക് അറിയത്തില്ല. ക്യൂ എങ്ങനെയായാലും എവിടെയാണ്? ഈ റോയിലാണ് വരുന്നത്. ആൻഡ് ഈസ് നോട്ട് നെക്സ്റ്റ് ടു എസ്. ക്യൂ നോർത്ത് ഫേസിങ് ഫ്ലാറ്റും കിട്ടി, എന്നാൽ എസ്സിന് അടുത്തല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? എസ്സിന് അടുത്തല്ല, നോർത്ത് ഫേസിങ് ആണ് ക്യൂ. അപ്പോൾ എസ് അതിന് അടുത്തല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ക്യൂവിൻ്റെ എന്തായിരിക്കും? ഒരു പൊസിഷൻ മാറിയായിരിക്കും. എസ് ഇവിടെ തന്നെ ഉണ്ട്, എസ് എന്താ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ക്യൂവിന് അടുത്തല്ല. അപ്പോൾ ഒന്നിലെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ വരാം, ഇത് ക്യൂ വരാം, ഇത് എസ് വരാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരാം, 3 ഫ്ലാറ്റുകൾ താഴോട്ട്, 3 ഫ്ലാറ്റുകൾ മുകളിലോട്ട്, ഇവിടെ ക്യൂ വരാം, ഇവിടെ എസ് വരാം. എങ്ങനെയായാലും ക്യൂ എസും എന്താണ്? നോർത്ത് ഫേസിങ് ആണ്. ഓക്കെ, അടുത്തത് എസ് ആൻഡ് യു ഗെറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് ഫ്ലാറ്റ്. ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ
കോർണർ ടു കോർണർ. ഓക്കെ, എസും യുവും ഡയഗണലി ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ കേസിൽ യു ഇവിടെ, ഈ കേസിൽ യു ഇവിടെ, എസും യുവും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. അപ്പം ഇത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. ദെൻ ആർ നെക്സ്റ്റ് യു, ആർ നെക്സ്റ്റ് യു. അപ്പം ആർ ഇവിടെ, ഈ കേസിൽ ഇവിടെ ആർ നെക്സ്റ്റ് യു ഗെറ്റ്സ് എ സൗത്ത് ഫേസിങ് ഫ്ലാറ്റ്. ഒബിയസ്ലി സൗത്ത് ഫേസിങ് ആണ്. ആൻഡ് ടി ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. ഇനിയും ഇപ്പം എന്താണ്, ഇവിടെ ആറ് യു ആണ്, ഇവിടെ ആറ് യു ആണ്, ടി നോർത്ത് ഫേസിങ് ആണ്. അപ്പോൾ ടിക്ക് ഇനി വരാൻ ഈ ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇവരുടെ ആരാണ് വരേണ്ടത്? പി ആണ് വരേണ്ടത്. സോ നിങ്ങൾ ചെയ്തതിൽ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇട്ട് കാണും, കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും. ഏത് കിട്ടിയാലും ശരിയാണ് ഇവിടെ. ഓക്കെ, ഏത് കിട്ടിയാലും ഇവിടെ ശരിയാണ്. ആൻസർ ക്വസ്റ്റ്യൻ എന്താ? ദ ഫ്ലാറ്റ്സ് ഓഫ് വിച്ച് ഓഫ് ദ അതർ പെയർസ് ദാൻ യു. അതായത് എസ് യു അല്ലാതെ, എസ്സും യുവും അല്ലാതെ വേറെ ഏതൊക്കെയാണ് എന്താണ് ഡയഗണലി ഓപ്പോസിറ്റ്? ഒബ്വിയസ്ലി എന്താണ്, പിയും ക്യൂബ്. രണ്ട് കേസിലും ഈ രണ്ടെണ്ണം എടുത്താലും പിയും ക്യൂവും ആണ് ഡയഗണലി ഓപ്പോസിറ്റ്. സോ ക്യൂ പി ഓർ പി ക്യൂ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് 13 നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഗെറ്റ് സൗത്ത് ഫേസിങ് ഫ്ലാറ്റ്? സൗത്ത് ഫേസിങ് താഴോട്ട് നോക്കിയിരിക്കുന്ന ആരൊക്കെയാണ്? ഒന്നി എന്താണ്, പി ആർ യു അല്ലെങ്കിൽ യു ആർ പി അല്ലെങ്കിൽ ആർ യു പി, വാട്ട് എവർ. ഈ ഒരു ആറ് യു പി ഇതിലേതെങ്കിലും ആൻസർ. ഇത് മൂന്നും കൂടെ ഉള്ളതാണ്. ഇവിടെ യു ആർ പി വന്നിട്ടുണ്ട്, യു ആർ പി. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പം ഒരു കൺഫ്യൂഷൻ വരും, പ്രശ്നമില്ല. ഈ സിമിലർ ടൈപ്പ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, സിമിലർ ടൈപ്പ് നിങ്ങൾ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th വൺ. അഗെയിൻ ഫ്രം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ ടു ഇറ്റ്. ഇവിടെ എ ബി സി ഡി ഇ എഫ് 6 പേര് സിറ്റിംഗ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ. ഓക്കെ, 6 പേര് ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. എ ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ് എന്ന് പറയുന്നത്. എ ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. കുറച്ച് പേര് ഇങ്ങനെ വരയ്ക്കും, കുറച്ച് പേര് ഇങ്ങനെ വരയ്ക്കും. നമുക്ക് രണ്ട് രീതിയും വരയ്ക്കാം. എ ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇ ഇവിടെ വരാം, ഇ ഒന്ന് ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. രണ്ട് രീതിയിൽ ഇത് കറക്റ്റാണ്. എ ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. ഇ ഈസ് ഓപ്പോസിറ്റ് ടു ഡി. ഇ ഈസ് ഓപ്പോസിറ്റ് ടു ഡി. ഇത് രണ്ട് കേസസ്. ഇവിടെ ഡി ഇവിടെ വരും അല്ലേ. ഇ ഈസ് ഓപ്പോസിറ്റ് ടു ഡി. സി ഈസ് നോട്ട് ഇൻ എയ്തർ ഓഫ് ദ നൈബറിംഗ് സീറ്റ്സ് ഓഫ് ഇ. ഇയുടെ നൈബറിംഗ് സീറ്റ്സിൽ ആര് വരുന്നില്ല? സി വരുന്നില്ല. ഇയുടെ അടുത്ത് സി വരത്തില്ല. അപ്പോൾ പിന്നെ സി വരാനൊരു ചാൻസ് ഇവിടെ ഉള്ളൂ, സി ഇവിടെ ആയിരിക്കും. ഇനി ആരാ വരാനുള്ളത്? എ ബി സി ഡി ഇ ആണ്. ഇനി വരാനുള്ളത് ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഹു ഈസ് ഓപ്പോസിറ്റ് ടു ബി? ബിയുടെ ഓപ്പോസിറ്റ് ആരാണ് ചോദിച്ചേക്കുന്നത്? ബിയുടെ ഓപ്പോസിറ്റ്, രണ്ട് കേസിലും ബിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ബിയുടെ ഓപ്പോസിറ്റ് എഫ് ആണ്. ഓപ്ഷൻ സി, എഫ് ആണ് ആൻസർ. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ഫിഗർ എന്താണ് ഒറ്റ ഫിഗറായിട്ടും വരച്ച് ചെയ്യാം. ഓക്കെ, രണ്ടെണ്ണം എടുക്കണമെന്നില്ല, ഒറ്റ ഫിഗറായിട്ട് നിങ്ങൾക്ക് വരച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15th ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 ബോയ്സ് എ ബി സി ഡി ഇ ആർ സിറ്റിംഗ് ഇൻ എ റോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. എ ബിയുടെ റൈറ്റിലാണെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് തൊട്ടപ്പുറത്താവണമെന്നില്ല, ആവാതിരിക്കാം. നമ്മൾ ഇവിടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് വെച്ചോ, 1-2 പേര് സ്പേസ് ഉണ്ടെന്ന് വെച്ച് ചെയ്യാം. എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി ആൻഡ് ഇ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഇ ബിയുടെ ലെഫ്റ്റിലാണെന്ന് വെച്ചോ. അപ്പം ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള പൊസിഷൻ എന്ന് പറയും. ഇപ്പോൾ റൈറ്റ് ഓഫ് ബി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഇമീഡിയറ്റ് ആവാതിരിക്കാം, നമുക്ക് അല്ലെന്ന് വെച്ച് തന്നെ ചെയ്തോളൂ. സോ എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി ചെയ്തു. ഇ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ബട്ട് ടു ദ റൈറ്റ് ഓഫ് സി. ഇയുടെ കാര്യമാണ് പറയുന്നത്. ഇ ഈസ് ലെഫ്റ്റ് ഓഫ് ബി, പക്ഷേ സിയുടെ റൈറ്റിലാണ്. അപ്പോൾ സി ഇവിടെ വരും. ദെൻ എ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. എ ഡിയുടെ ലെഫ്റ്റിലാണ്, അപ്പോൾ ഡി എയുടെ റൈറ്റിലാണ്. 5 പേരല്ലേ, 5 ബോയ്സ്. അപ്പം ഇതാണ് അറേഞ്ച്മെൻറ്റ്. അതായത് സി ഇ ബി എ ഡി അടുപ്പിച്ചതായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി. ക്വസ്റ്റ്യൻ എന്താ? ഹു ഈസ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്? ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് ആരാന്ന് ചോദിച്ചേക്കുന്നത്. ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് ഇ ആണ്. ഓപ്ഷൻ സി, ഇ ആണ് ആൻസർ. വെരി ഈസി ക്വസ്റ്റ്യൻ അഗെയിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻസ് ചെയ്യുന്നതാണ്.
ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ എക്സർസൈസിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ എക്സർസൈസിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. 50-51 അങ്ങോട്ടാണ് നമ്പർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? എ പ്രിസണർ ഇൻട്രൊഡ്യൂസ്ഡ് എ ബോയ് ഹു കെയിം ടു വിസിറ്റ് ഹിം ടു ദ ജയിലർ. പ്രിസണർ ഉണ്ട്, തടവ് പുള്ളി അല്ലേ, എവിടെ കിടക്കുന്നത്? ജയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ബോയ് ഈ പ്രിസണറെ കാണാൻ വന്നപ്പോൾ അവിടുത്തെ ജയിലറോട് പറയുകയാണ്, ബ്രദേഴ്സ്, ആ പ്രിസണർ പറയാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ഹാവ് നൺ. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നും ഇല്ല. ഈ എന്ന് പറഞ്ഞാൽ ഈ ബോയ് ഈസ് മൈ ഫാദേഴ്സ് സൺ. ഇതാണ് പ്രിസണർ എന്ന് വെച്ചോ. പ്രിസണറിന് ബ്രദർ ഈ സിബ്ലിങ്സ് ആരുമില്ല, രണ്ട് സൈഡിൽ, അതായത് പുള്ളിയുടെ കൂടപ്പിറപ്പുകൾ ആരുമില്ല. ഹീ ഈസ് മൈ ഫാദേഴ്സ് സൺ. എൻ്റെ ഫാദറിൻ്റെ സൺ. ഈ ഫാദറിൻ്റെ സൺ, ബ്രദറിൻ്റെ സിസ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ ഫാദറിൻ്റെ സൺ ആരാ? പ്രിസണർ തന്നെയാണ്. ഫാദേഴ്സ് സൺ എന്ന് പറഞ്ഞാൽ പ്രിസണർ, അതിൻ്റെ സണ്ണാണ് ഈ ബോയ്. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ ഹൂ ഈസ് ദ ബോയ്? അത് ഈ പ്രിസണറിൻ്റെ ആരാണ് ഈ ബോയ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാ? സൺ. പ്രിസണറിൻ്റെ സണ്ണാണ് ഈ ബോയ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും കൂടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പോയിൻറ്റിങ് ടു എ മാൻ ഇൻ എ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫിലുള്ള ഒരു മാനിനെ നോക്കി, ഒരാണിനെ നോക്കി ഒരു വുമൺ പറയാണ്, ദ ഫാദർ ഓഫ് ഹിസ് ബ്രദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് കൺഫ്യൂഷനായിട്ട് തോന്നും, പക്ഷെ നമുക്കൊന്ന് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, വരച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പം ഒരു മാൻ ഉണ്ട്, ലെറ്റ്സ് സേ ദിസ് ഇസ് എ മാൻ. ഈ മാനിനെ നോക്കി വുമൺ പറയാണ്, ദ ഫാദർ ഓഫ് ഹിസ് ബ്രദർ. ഈ മാനിൻ്റെ ബ്രദറിൻ്റെ ഫാദർ, ഇവർ രണ്ടുപേരുടെ ഫാദർ അല്ലേ, ക്ലിയർ അല്ലേ? ഫാദർ ഓഫ് ഹിസ് ബ്രദർ എന്നാൽ അയാളുടെയും കൂടെ ഫാദറാണ്. ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. വുമൺ പറയാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകനാണ് അയാളുടെ ബ്രദറിൻ്റെ ഫാദർ. അതായത് അയാളുടെ ബ്രദറിനെ മാറ്റി വെക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകനാണ് അയാളുടെ ഫാദർ. അപ്പം ഈ വുമൺ ഇവിടെ തന്നെ പറഞ്ഞു, ഈ വുമൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകനാണ് ഈ ഫാദർ എന്ന്. അപ്പോൾ ഈ വുമൻ്റെ ഫാദർ ഇയാൾ തന്നെയല്ലേ? അല്ലേ? അപ്പോൾ ഇവർ മൂന്നുപേരും എന്താണ്? സിബ്ലിങ്സ് അല്ലേ? സോ ഈ മാനിൻ്റെ സിസ്റ്ററാണ് ഈ വുമൺ. എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് എ വുമൺ റിലേറ്റഡ് ടു ദ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ്? അപ്പം ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്, അയാൾക്ക് ഒരു മോനുണ്ട്, അയാൾക്ക് 2 ആൺമക്കളും ഒരു പെൺമകളും ഒരു മകളും ഉണ്ട്. സോ ദിസ് ലേഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ദാറ്റ് മാൻ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിങ്ങനെ വരച്ച് ചെയ്യുമ്പം ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തിരി കൺഫ്യൂഷൻ വരാം. അപ്പോൾ ആലോചിച്ചൊന്ന് ചെയ്താൽ ആൻസർ കിട്ടും. ഒന്ന് ആലോചിച്ച് സമാധാനത്തോടെ ഇരുന്ന് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, സോ ഇവിടെ റിലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പറഞ്ഞേക്കുന്നത്, R is the father of P, comma, P who is the son-in-law of M, and S is the mother of G. Then S is the sister of K, who is a brother-in-law of P. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് എഴുതി വരച്ച് മുന്നോട്ട് പോവാം. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? R is the father of P. സോ പിയുടെ ഫാദറാണ് R. നമ്മളിവിടെ മെയിൽ ആണെങ്കിൽ മുകളിൽ ഇങ്ങനെ, ഇഫ് എ ഈസ് മെയിൽ മുകളിലൊരു വര കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, ഇഫ് ബി ഈസ് ഫീമെയിൽ ഒരു വട്ടം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ആർ ഈസ് എ ഫാദർ ഓഫ് പി എന്ന് പറഞ്ഞു. അപ്പോൾ പി ക്യാൻ ബി സൺ ഓർ ഡോട്ടർ. അപ്പോൾ പിയുടെ ജെൻഡർ നമുക്ക് അറിയത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ട്. സോ ആർ ഈസ് എ ഫാദർ ഓഫ് പി വരച്ചു. ദെൻ പി ഈ പറ്റിയ പി കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഹൂ ഈസ് സൺ ഇൻ ലോ ഓഫ് എം. പി ഈസ് ദ സൺ ഇൻ ലോ ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി ഈസ് മെയിൽ. അപ്പോൾ പി ആരെ ഒരു ലേഡിയെ മാരി ചെയ്തിട്ടുണ്ട്. ആ ലേഡിക്കൊരു ഫാദർ അല്ലേ മദർ ഉണ്ട്, അതാണ് എം അല്ലേ. പി ഈസ് ദ സൺ ഇൻ ലോ ഓഫ് എം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ എം ക്യാൻ ബി പിയുടെ വൈഫിൻ്റെ ഫാദർ അല്ലേ മദർ. അതായത് എം ക്യാൻ ബി പീസ് ഫാദർ ഇൻ ലോ ഓർ മദർ ഇൻ ലോ, അത്രയും കിട്ടി. ആൻഡ് എസ് ഈസ് ദ മദർ ഓഫ് ജി. എസ് ജിയുടെ മദറാണ്, അതിവിടെ നിൽക്കട്ടെ. എസ് ജിയുടെ മദറാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ കണക്ട് ചെയ്യാം. ദെൻ എസ് ഈസ് എ സിസ്റ്റർ ഓഫ് കെ, കോമ എസ് നമുക്ക് ഇവിടെ സൈഡ് വേണേൽ വരച്ച് നോക്കാം. ഇത് ഓക്കെ, എസിൻ്റെ കാര്യം. എസ് ജിയുടെ മദറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എസ് ഈസ് എ സിസ്റ്റർ ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ
കെ ഈസ് എ ബ്രദർ ഇൻ ലോ ഓഫ് പി. കെ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് പി എന്ന് പറയാം. അപ്പം പിയുടെ വൈഫിൻ്റെ ബ്രദർ ആവാം കെ. പിയുടെ ബ്രദർ ഇൻ ലോ എന്ന് പറയാം. പിയുടെ വൈഫിൻ്റെ, ഇതാണ് പിയുടെ വൈഫ്, പിയുടെ വൈഫിൻ്റെ ബ്രദറാണ് കെ, അങ്ങനെ വെക്കാം. കെ ഹു ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് പി. ആൻഡ് എച്ച് ഈസ് ദ ഡോട്ടർ ഓഫ് ടി. എച്ച് ടിയുടെ ഡോട്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ടിയുടെ ഡോട്ടറാണ് എച്ച് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാറ്റി ഇവിടെ വരച്ച് വെക്കാം. ടിയുടെ ഡോട്ടറാണ് എച്ച്. ഓക്കെ, ഇത്രയും കിട്ടി. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്, എസ് ഈസ് എ സിസ്റ്റർ ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് എസ് ആവാം, വേണമെങ്കിൽ എസ് ആവാം, അല്ലെങ്കിൽ കെക്ക് വേറൊരു സിസ്റ്റർ ഉണ്ട് എസ്, അതെനിക്ക് പറയാം അല്ലേ. ഓക്കെ, ഇനി വേറെ എന്താ പറഞ്ഞേക്കുന്നത്, ഇനി നമുക്കത് കണക്ട് ചെയ്യാം. ബാക്കി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആർ ഈസ് ദ ഫാദർ ഓഫ് പി, ഹൂ ഈസ് ദ സൺ ഇൻ ലോ ഓഫ് എം, എസ് ഈസ് ദ മദർ ഓഫ് ജി, എസ് ഈസ് ദ മദർ ഓഫ് ജി, എസ് ഈസ് ദ മദർ ഓഫ് ജി. Okay, S is sister of K, who is brother of P, and H is the daughter of T എന്ന് പറഞ്ഞിട്ടുണ്ട്. H should be daughter of T. Okay, ഇവിടെ ഓക്കെ, സി ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ കോമ, ഇവിടെ ഒരു കോമ കഴിഞ്ഞിട്ടാണ് എന്താണ് ടി കോമ ഹൂ ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ജി എന്നാണ്. കേട്ടെ, ടി കോമ ഹൂ ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ജി എന്നാണ് അവിടെ വരേണ്ടത്. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നൊരു ചെറിയൊരു പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്, ഹൗ ഈസ് ജി റിലേറ്റഡ് ടു പി എന്നാണ് ക്വസ്റ്റ്യൻ. സോ ടി കഴിഞ്ഞൊരു കോമയുണ്ട്, ഹൂ ഈസ് ഗ്രാൻഡ് മദർ ഓഫ് ജി എന്നാണ്. ഓക്കെ, സോ ടി, അപ്പം ജിയുടെ ഗ്രാൻഡ് മദർ ആണ് ആര്, ടി. സോ ജിയുടെ മദർ ഒബ്വിയസ്ലി എസ് ആണ്. സോ ഇപ്പം ഇവർക്ക് 3 മക്കൾ, 2 3 മക്കളാണ്. ഓക്കെ, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കാം. ഓക്കെ, സോ ഈ എമ്മിൻ്റെ വൈഫാണ് ടി, ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം മെയിലാണ്, ടി ഫീമെയിലാണ്. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എച്ച് ഈസ് ദ ഡോട്ടർ ഓഫ് ടി, ടിയുടെ ഡോട്ടറാണ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടിക്ക് ഒരു ഡോട്ടർ ഉണ്ട് എച്ച്. ലെറ്റ്സ് സേ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഈസ് ജി റിലേറ്റഡ് ടു പി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എസ് ഈസ് ദ സിസ്റ്റർ ഓഫ് കെ ആണ്. സോ എച്ച് ഈസ് ദ ഡോട്ടർ ഓഫ് ടി. അപ്പം എസ്സും എച്ചും കെയുടെ സിസ്റ്ററാണ്. സോ ഇതിൽ ആരെങ്കിലും ഒരാൾ എസ് അല്ലെങ്കിൽ എച്ച് പിയുടെ വൈഫ് ആവാം, എസ് അല്ലെങ്കിൽ എച്ച് പിയുടെ വൈഫ് ആവാം. സോ ഇവിടെ എസ് അല്ലെങ്കിൽ എച്ച് ആണ്. ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ഇനി നമ്മൾ ചിന്തിക്കണം, ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് എസ്സിനൊരു ഡോട്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എസ് ഈസ് മാരീഡ്. ഓക്കെ, അപ്പോൾ പി ഇപ്പം മാരി ചെയ്തേക്കുന്നത് എസ് തന്നെയാണ്. ഓക്കെ, സോ വി ക്യാൻ ഫൈനലി കൺക്ലൂഡ് ലൈക്ക് എന്താണ്, എസ്സിൻ്റെ ആ സിസ്റ്റർ, മാരി ചെയ്യാത്തൊരു സിസ്റ്റർ ഉണ്ടല്ലോ, അതാരാ, എസ്സിൻ്റെ മാരി ചെയ്യാത്ത സിസ്റ്റർ ആരാണ്, എച്ച് ആണ്. ഓക്കെ, എച്ച് ആണ്. സോ ടിക്ക് 2 ഡോട്ടേഴ്സ്, എസ് ആൻഡ് എച്ച്, ഒരു സണ്ണ് കെ. ആൻഡ് എസ് ഈസ് മാരീഡ് ടു പി. എസ്സിന് ഒരു ഡോട്ടർ, എസ്സിന് ബിയും കൂടെ ഒരു ഡോട്ടർ ഉണ്ട്, ഡോട്ടറല്ല, എസ്സിന് ബിയും കൂടെ ഒരു സൺ അല്ലെങ്കിൽ ഡോട്ടർ ഉണ്ട്. കാരണം എസ് ഈസ് ദ മദർ ഓഫ് ജി എന്നേ പറഞ്ഞിട്ടുള്ളൂ, ജിയുടെ ജെൻഡർ നമുക്ക് അറിയത്തില്ല അല്ലേ, ജിയുടെ ജെൻഡർ എസ് ഈസ് ദ മദർ ഓഫ് ജി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ടി ഈസ് എ ഗ്രാൻഡ് മദർ ഓഫ് ജി എന്നാണ്. അപ്പം ജിയുടെ ജെൻഡർ നമുക്ക് അറിയത്തില്ല. സോ ഹൗ ഈസ് ജി റിലേറ്റഡ് ടു എച്ച് ചോദിക്കുകയാണെങ്കിൽ സണ്ണ് അല്ലെങ്കിൽ ഡോട്ടർ ആവാം. സോ ദ ആൻസർ ഈസ് cannot be determined. We cannot determine the gender of G. So we cannot say how is G related to P, son അല്ലെങ്കിൽ daughter. So answer is cannot be determined. Okay, next question. ഇനി 20th ആണ്, 18 കഴിഞ്ഞ് 19th question ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ വി ആർ സ്കിപ്പിംഗ് ദാറ്റ്. നൗ 20th question. ഓക്കെ, 20th question again, that's the last question from നമ്മളുടെ ചാപ്റ്റർ ഏതാ, ബ്ലഡ് റിലേഷൻസ്. സോ ദർ ആർ 2 couples in a family. ഫാമിലിയാണ്, അതിൽ 2 couples ഉണ്ട്. അപ്പം ആദ്യം പറഞ്ഞിട്ടുണ്ട് കെ ഹാസ് 2 children, അതായത് കെയ്ക്ക്, ഇത് കെ ആണെങ്കിൽ കെയ്ക്ക് 2 children ഉണ്ട്, ആരാ നമുക്കറിയില്ല. ദെൻ അടുത്തത് പറഞ്ഞേക്കുന്നത് എം ഈസ് വൈഫ് ഓഫ് ഒ, എം ഒയുടെ വൈഫാണെന്നുണ്ട്, നമുക്ക് ഇപ്പുറത്ത് മാറ്റി വരയ്ക്കാം, ഇതിന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് കെയുമായിട്ട്, ഇപ്പോൾ ഇവിടെ എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് കെ, ഇറ്റ്സ് ഫൈൻ. എമ്മിൻ്റെ സൈഡ് നമുക്കൊന്ന് വരച്ച് നോക്കാം. എം ഈസ് വൈഫ് ഓഫ് ഒ, എം ഒയുടെ വൈഫാണ്, എം ഫീമെയിൽ, ഒ മെയിൽ.
ഒ കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഹു ഇസ് ദ ബ്രദർ ഓഫ് ബി. ഒയുടെ ബ്രദറാണ് ആര്? ബി. ഓക്കെ, സോ ആദ്യത്തെ 3 പോയിന്റ് അല്ലേ, ഇത് പോയി. ദെൻ യു ഈസ് സിസ്റ്റർ ഓഫ് എസ്, കോമ എസ് ഈസ് ദ സൺ ഓഫ് ഒ. എസ്, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സണ്ണാണ് എസ്. യു ഈസ് സിസ്റ്റർ ഓഫ് എസ്, യു എസിൻ്റെ സിസ്റ്ററാണ്. അത്രയും കിട്ടി അല്ലേ. ദെൻ ടി ഈസ് സൺ ഓഫ് ബി, ബിയുടെ സണ്ണാണ് ടി. ഓക്കെ, ഹു ഈസ് മെയിൽ? ബി ഹു ഈസ് മെയിൽ. ഓക്കെ, ബ്രദറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സോ ബി ഈസ് ഒബ്വിയസ്ലി മെയിൽ. അപ്പോൾ ഇനി ഇവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം? അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഈസ് യു റിലേറ്റഡ് ടു ടി? അതായത് ഈ ഫിഗറും കൂടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാതെ ആൻസറിലോട്ട് എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഹൗ ഈസ് യു റിലേറ്റഡ് ടു ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒയും ബിയും ബ്രദറും സിസ്റ്റർ, രണ്ട് ബ്രദേഴ്സാണ്. ഒ ഹു ഈസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒയും ബിയും ബ്രദേഴ്സാണ്. ഒയുടെ ഡോട്ടറാണ് യു, ടിയുടെ സണ്ണാണ് ടി. അപ്പോൾ രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കൾ നമ്മളുടെ റിലേഷൻ. ഹൗ ഈസ് യു റിലേറ്റഡ് ടു ദി? രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കൾ എന്താ? കസിൻസ് അല്ലേ. അപ്പം ഇവിടെ ഉള്ള ഇത് കാര്യം ഇവിടെ കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചെയ്യാം, ആൻസർ കിട്ടും. സോ ആൻസർ ഡയറക്റ്റ്, അത് കണക്ട് ചെയ്യാതെ തന്നെ ചെയ്യാം. നിങ്ങൾ കണക്ട് ചെയ്യാൻ പോയാൽ ഇതിൻ്റെ കൺഫ്യൂഷൻ വരും. സോ ഇതിൻ്റെ ആൻസർ കസിൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഔട്ട് ഓഫ് 20 ക്വസ്റ്റ്യൻ ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് 19 ക്വസ്റ്റ്യൻസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിൽ ഇത്തിരി ഹാർഡെന്ന് പറയാൻ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇത്തിരി ഹാർഡെന്ന് പറയാനുള്ള ഒരു ചാപ്റ്റർ ബ്ലഡ് റിലേഷൻസ് മാത്രമായിരുന്നു. ഒന്ന് ഈ ക്വസ്റ്റ്യനും 20th ക്വസ്റ്റ്യനും പിന്നെ ഈ 18th ക്വസ്റ്റ്യനുമാണ് ഇത്തിരി കൺഫ്യൂഷൻ വരുത്തുന്നത്. ബാക്കി ഒരു ക്വസ്റ്റ്യനും അങ്ങനെ പാട് ഇല്ല. എല്ലാം ഡയറക്റ്റാണ്. എല്ലാ ക്വസ്റ്റ്യനും, ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈച്ച് ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ, അത് ഈസിയാണ്. സോ ആ 20th ഒരെണ്ണം മാറ്റി 19ൽ 17 മാർക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറയാം, 2 റൗണ്ടായിട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എല്ലാം ചെയ്ത് പോവുക. ഹോൾ പേപ്പർ ഈ 100 ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ഒരു 60 ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള 60 ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾ ചെയ്ത് പോവുക. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മീഡിയം ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഹാർഡാന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസിയും ഒരു മീഡിയം ആയിട്ടുള്ള എല്ലാം നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ചെയ്യുക. ഫൈനൽ റൗണ്ടിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അപ്പം MTP1 നമ്മൾ സോൾവ് ചെയ്തു എല്ലാവരുടെ. ഇനി MTP2 നമ്മൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. MTP2 നമുക്ക് കാണാം. ഓക്കെ.